തിരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷം പരസ്യമായ കൂട്ടുകെട്ടാണ് CPM-ഉം കോൺഗ്രസും നടത്തുന്നത്. അതിന്റെ പരിണിത ഫലമാണ് പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം പഞ്ചായത്തിൽ BJPക്ക് ഭരണം നഷ്ടമായതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പറഞ്ഞു. രാഷ്ട്രീയ വഞ്ചനയാണ് കേരളത്തിലെ CPIM-ഉം കോൺഗ്രസും ജനങ്ങളോട് കാട്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മുന്നണിയായി പ്രവർത്തിക്കട്ടെ, ജനങ്ങളോട് പറയട്ടെ, ഒരു മുന്നണിയുടെ ഭാഗമാണെന്ന്. അത് പറയാനുള്ള തൻ്റെ ഇടം ആർജവും കോൺഗ്രസും CPM-ഉം കാണിക്കണം. യഥാർത്ഥ പ്രതിപക്ഷമായി കേരളത്തിൽ BJP വളർന്നു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ A ക്ലാസ് മണ്ഡലം എന്ന് അവകാശപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പന്തളം നഗരസഭയിലെ BJPയുടെ ഭരണം നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം തന്നെ കുളനട ഗ്രാമപഞ്ചായത്തിലെ ഭരണം നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ 7 മാസം അധികാരത്തിൽ കയറിയ നാരങ്ങാനം പഞ്ചായത്തിലും BJPയുടെ ഭരണം നഷ്ടപ്പെട്ടേക്കുകയാണ്. അത് രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് BJP ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നതാണ് BJP ആരോപിക്കുന്നത്. നമ്മുടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ചേരുന്നത് BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപനാണ്. എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇവിടെ പന്തളം നഗരസഭ ഇവിടെ പരാമർശിച്ചു കുളനടയൊക്കെ. നാരങ്ങാനത്ത് 7 മാസം കഴിഞ്ഞിട്ടാണ് CPM-ഉം കോൺഗ്രസും കൂടെ മുന്നണി ഉണ്ടാക്കി BJPയെ പുറത്താക്കിയത്. എന്നാൽ പന്തളത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ എല്ലാ വാർഡുകളിലും CPM-ഉം കോൺഗ്രസും തമ്മിൽ പരസ്യമായ കൂട്ടുകെട്ടിലാണ് മത്സരിച്ചത്. അങ്ങനെയാണ് BJPയെ ഇവിടെ നിന്നും അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ അവർക്ക് കഴിഞ്ഞത്. BJPയുടെ ഒരു ഒട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നിൽക്കുന്ന ഈ വാർഡിൽ പോലും CPM-ന് ഈ പ്രാവശ്യം 45 വോട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം 250 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ 1-ാം വാർഡ് മുതലെടുത്ത് നോക്കി അതെല്ലാം പരിശോധിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. ഇപ്പോൾ നാരങ്ങാനം പഞ്ചായത്ത്, അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ജനവധി ജനങ്ങൾ കോൺഗ്രസിനും അതുപോലെ തന്നെ BJPക്കും തുല്യമായ 6 സീറ്റുകളാണ് കൊടുത്തത്. അവിടെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി അവിടെ വരണം എന്ന് BJP വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് 6 സീറ്റ് അവിടെ ലഭിച്ചത്. അവിടെ അത് തകർക്കാൻ വേണ്ടി CPM-ന്റെ പിന്തുണ നേടുവാൻ ഒരു മടിയുമില്ലാത്ത രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ IND മുന്നണിയായി നിലനിൽക്കുന്ന കോൺഗ്രസിന്റെയും CPM-ന്റെയും ഭാഗത്തുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് കാലഘട്ടത്തിലും നമുക്കറിയാം, ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നാട്ടിൽ പോലും, ചെന്നിത്തലയിൽ പോലും CPM-ഉം കോൺഗ്രസും കൂടെ ഒന്നിച്ചുള്ള ഭരണമായിരുന്നു. ഭരണം കയറിയ സമയത്ത് CPM-നെ അംഗീകരിക്കാൻ കോൺഗ്രസിനും, കോൺഗ്രസിനെ അംഗീകരിക്കാൻ CPM തയ്യാറായില്ലെങ്കിലും, പക്ഷെ അവസാന ഘട്ടം വന്നപ്പോൾ അവിടെ BJPയെ പുറത്താക്കി CPM-ഉം കോൺഗ്രസ് ഒന്നായി. ആലപ്പുഴയിലെ പല സ്ഥലങ്ങൾ, തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ നമ്മുടെ ജില്ലയിലും അത് തന്നെയാണ് സ്ഥിതി. ഇവിടെ തന്നെ അറിയാമല്ലോ, പന്തളത്ത് അവിശ്വാസം വന്നപ്പോൾ കോൺഗ്രസും CPM-ഉം കൂടെ ഒറ്റക്കെട്ടായിരുന്നു. അപ്പം ഇതിനകത്തൊരു വലിയ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഇന്ത്യ ആകമാനം ഇന്ന് കോൺഗ്രസും CPM-ഉം എവിടെയും ഇല്ല. ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവരെങ്ങനെയും BJPയെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം നഗരസഭ, ആ നഗരസഭയിൽ നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, നിലവിലെ സംവിധാനത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തിൽ കൂടി അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആ വസ്തുത അറിയുമ്പം തന്നെ ഒരു സുഗതൻ എന്ന കൗൺസിലറെ വരാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം എന്ന ധാരണയോടുകൂടി കോൺഗ്രസും CPM-ഉം വളരെ വലിയ ഗൂഢാലോചനയൊന്നുമല്ല, പരസ്യമായ പ്രചരണവും പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വരാൻ പോയി ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി. കേരള അസംബ്ലിയിൽ 3 MLA-മാരാണ് BJPക്കുള്ളത്. ആ 3 MLA-മാരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. കാരണം CPM-ഉം കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളായി മാറിയിരിക്കുന്നു. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ CPM കോൺഗ്രസിന് വിട്ടുകൊടുത്തതാണ്. നിങ്ങൾ കുറെ നാൾ ഭരിച്ചു എന്നല്ലെങ്കിൽ പയ്യന്നൂർ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ CPM-ന് എങ്ങനെ പരാജയപ്പെടാൻ കഴിയും? CPM വിചാരിക്കാതെ ഒരിക്കലും CPM-ന് പരാജയപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസ് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് CPM-ഉം കോൺഗ്രസുമായിട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള പരസ്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ CPM-ന് നിലനിൽപ്പില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ ദേശീയ തലത്തിൽ പോളിറ്റ് ബ്യൂറോ പോലും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നാരങ്ങാനത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് വലിയ അതിശയിക്കേണ്ട കാര്യമില്ല. ഇവര് തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും നടത്തുന്ന അവർ തമ്മിലുള്ള പരസ്യമായ കൂട്ടുകെട്ടായി ഇപ്പം മാറി എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് ഇന്നത്തെ ഈ അവിശ്വാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ വഞ്ചനയാണ് കേരളത്തിലെ ജനങ്ങളോട് CPM-ഉം കോൺഗ്രസും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുന്നണിയായി പ്രവർത്തിക്കട്ടെ, ജനങ്ങളോട് പറയട്ടെ, ഒരു മുന്നണിയുടെ ഭാഗമാണെന്ന്. അത് പറയാനുള്ള തൻ്റെ ഇടം ആർജവും കോൺഗ്രസും CPM-ഉം കാണിക്കണം. യഥാർത്ഥ പ്രതിപക്ഷമായി കേരളത്തിൽ BJP വളർന്നു കഴിഞ്ഞിരിക്കുന്നു.
ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.